ബേബിക്ക് ഇപ്പോൾ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. ബേബി മദ്രസയ്ക്ക് പോണില്ല. അവളെ സ്കൂളിൽ തന്നെ മദ്രസ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സ്കൂളത്തെ എക്സാമാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇല്ലോന് കഫക്കെട്ടും ജലദോഷവും ചുമയൊക്കെയാണ് കേട്ടോ. 2 തവണയൊക്കെ ഹോസ്പിറ്റലിൽ പോയി അങ്ങനെ കൊണ്ടുവന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നെബുലൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ നെബുലൈസർ ഉള്ളതുകൊണ്ട് അതിന് പോകേണ്ട ആവശ്യമില്ല. 2 നേരം നെബുലൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ചെയ്യാന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ. ആളടങ്ങി നിന്ന് കിട്ടൂല. തുടക്കത്തിലൊക്കെ ഇങ്ങനെ ഒരു മിനിറ്റൊക്കെ ഒന്ന് കൂളായി നിൽക്കും. പിന്നെ ആൾക്ക് ക്ഷമ തെറ്റും. പിന്നെ അതിൻ്റെ സൗണ്ട് കേൾക്കുന്നത് നമ്മളിതിങ്ങനെ പിടിക്കണതൊക്കെ അവൾക്ക് ഇറിറ്റേഷനായി തുടങ്ങും. അപ്പോൾ പിന്നെ അതിനെ കച്ചറയാവും. പിന്നെ കരച്ചിൽ തുടങ്ങും. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകാൻ തുടങ്ങും. അപ്പോൾ അവളവിടെ പിടിച്ചിരുത്തുക എന്നുള്ളത് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ക്ഷമ തെറ്റുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലും ഞാൻ കളിക്കാൻ അവിടെ കൊടുന്ന് വെക്കലുണ്ട്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞാത്ത അതുമേ ഉപ്പും മുളകൊക്കെ തിരുമ്മി കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലൂന് അതിൽ പീസ് കഴുകി കൊടുത്തത് കൊണ്ട് ഉറങ്ങി ഓടുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ബേബിൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് അവൾ വരക്കാൻ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈയിടെയായിട്ട് ഏതോ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, കാർട്ടൂൺ നോക്കി വരക്കണം. അത് നോക്കി വരക്കലാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പണി. അപ്പോൾ ഇതാണ് കേട്ടോ അവൾ വരച്ചിട്ടുള്ളത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇല്ലോനും ബേബിക്കൊക്കെ ഫുഡ് കൊടുത്തിട്ട് ഞാൻ ചായ കുടിക്കലാണ്. നോമ്പ് തുറന്നിട്ടുള്ള ചായ കുടി ഇപ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കലക്കിച്ചുട്ട അപ്പം പിന്നെ ചിക്കൻ കറിയും ബീഫ് കറിയും ഒക്കെ മടുത്തുകൊണ്ട് ഞാൻ ഇന്നൊന്ന് മാറ്റി പിടിച്ച് സ്റ്റൂ ആണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചായ കുടിയും കഴിഞ്ഞു.